എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കേരള തമിഴ്നാട് ബോർഡറിലാണ്, കമ്പംമെട്ട്. നമ്മളോടൊപ്പം ഉള്ളത് അപ്പച്ചനാണ്. നമസ്കാരം അപ്പച്ചേട്ടാ. നമസ്കാരം. അപ്പോൾ ഇന്ന് ഞങ്ങൾ അപ്പച്ചൻ്റെ അടുത്ത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഏലകൃഷി ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ തേയിലയുടെ വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു റിസൾട്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പച്ചേട്ടാ, ഈ ഒരു തേയില വേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? തേയില വേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ചെടികളെല്ലാം ഏകദേശം എത്ര പ്രായമുണ്ട്? അതിപ്പോൾ ഈ നിൽക്കുന്ന ചെടികളൊക്കെ 2 വർഷം ആകുന്നേ ഉള്ളൂ. അതിൽ പ്രായമുള്ള ചെടികൾ വേറെയുണ്ട്. ഈ ഒരു വേസ്റ്റിലേക്ക് ഈ ഒരു കൺസെപ്റ്റിലോട്ട് വരുന്നതിന് മുമ്പ് രാസവളങ്ങൾ ജൈവവളങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. രാസവളം ഉപയോഗിക്കാറുണ്ട്, ജൈവവളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോഴും ഉണ്ടോ ഉപയോഗിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ ജൈവവളം രാസവളം ഉപയോഗിച്ചു, അതുപോലെ തന്നെ തേയില വേസ്റ്റ് ഉപയോഗിച്ചു. ഇത് രണ്ടും തമ്മിലുള്ള ഒരു കമ്പയർ ചെയ്തപ്പോൾ ചേട്ടൻ്റെ അനുഭവത്തിൽ നിന്ന് എന്താണ്? തേയില വേസ്റ്റ് ഉപയോഗിച്ചിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നന്നായിട്ട് വേരുണ്ടാവും. രണ്ടാമത് ഈ തേയില വേസ്റ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ കായ്ക്ക് നല്ല ബോൾട്ടും ഏലത്തിന് ആവശ്യത്തിന് ചിമ്പും അടിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് കാർഷികമായ രാസകീടനാശിനികളുടെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. അതാണ് മെയിനായിട്ട്. ഇനി ഈ കീടനിയന്ത്രണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കീടനിയന്ത്രണത്തിന് നമ്മൾ എന്തെങ്കിലും മാറി മരുന്ന് അടിക്കാറുണ്ട്. അതെങ്ങനെയാണ്? ഈ ഒരു കൂട്ടായിട്ടാണോ ഉപയോഗിക്കുന്നത്, അതോ തനിയെ അടിക്കുമോ? തനിയെ അടിക്കുക എല്ലാം. പിന്നെ ഈ ഒരു ചെടി 1 വർഷവും 2 വർഷമായി നിൽക്കുന്നു. ഇതിൻ്റെ രണ്ടാമത്തെ വിളവെടുപ്പല്ലേ ഇപ്പോൾ കഴിഞ്ഞ് നിൽക്കുന്നത്? രണ്ടാമത്തെ വിളവെടുപ്പ്. എന്നിട്ടും തന്നെ നല്ല ബോൾഡായിട്ടുള്ള കായ് ഇവിടെ ഉണ്ട്. ഏതാണ് വെറൈറ്റി? ഇത് ഞള്ളാണിയാണ്. ഫുള്ള് ഞള്ളാണിയാണോ? ഇടയ്ക്ക് ഹൈബ്രിഡ് ചെടിയിൽ കുറച്ച് വേറെ ഉണ്ടല്ലേ. ഇപ്പോൾ അപ്പഞ്ചാണ്ടാണെങ്കിൽ ഇപ്പോൾ ഈ തേയില വേസ്റ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വരാനുണ്ടായ സാഹചര്യം എന്താ? അത് ഏലത്തിന് വേരില്ല എന്നുള്ളത് എല്ലാ കർഷകരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏലത്തിന് വേരിന് വേണ്ടി പല മരുന്നുകളും വാങ്ങി നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങി പരീക്ഷിച്ച് നോക്കി. പക്ഷെ അതൊന്നും പറയത്തക്ക വലിയ പ്രയോജനങ്ങളൊന്നും ലഭിച്ചില്ല. അപ്പോൾ തനിയെ എന്തെങ്കിലും ഏലത്തിന് വേറുണ്ടാകുന്ന ഒരു വിദ്യ കണ്ടുപിടിക്കണമെന്ന് തോന്നി. അങ്ങനെ ആ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് പലതരത്തിലുള്ള സാമ്പിളുകൾ ഇങ്ങനെ ഏലത്തിൻ്റെ ചുവട്ടിട്ട് പരീക്ഷിച്ച് നോക്കി. അതിൽ തേയില വിജയിച്ചു. ഓക്കെ. ഈ തേയില ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ മണ്ണിനടിയിലുള്ള വേരിനെ ആക്രമിക്കുന്ന നിമാവര, അതുപോലെ തന്നെ വേരിപുഴു, ഇതിൻ്റെ ഒരു സാന്നിധ്യം കാണില്ല. അതുണ്ടെങ്കിൽ പിന്നെ ഇത്രയും അതിൻ്റെ ഉദരം ഉണ്ടെങ്കിൽ പിന്നെ ഏലത്തിന് ഇത്രയും വേരുണ്ടാകില്ലല്ലോ. പക്ഷെ അതിൻ്റെ ഒരു പ്രസൻസും കുറയുന്നുണ്ടെന്നാണ് പറയുന്നത്. കുറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ വേരിങ്ങനെ വരില്ല. അതെ, വളരെ അറിവായിട്ട് തോന്നുന്നു ഇത്. അപ്പോൾ നമുക്ക് ആ ഒരു വേരിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ചേട്ടനവിടെ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എത്രത്തോളം വേരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇത് വേരെന്ന് പറയുന്നത് ഇത് ഏലത്തിൻ്റെ മുകളിലല്ല ഒരിക്കലും, ഇതെല്ലാം മണ്ണിൻ്റെ അടിയിലോട്ടാണ് പോകുന്നത്. നമ്മളിത് ഇപ്പം നിങ്ങളെപ്പോലുള്ള ചാനലുകാർ വരുമ്പോൾ കാണിക്കാൻ വേണ്ടി മോട്ടറിട്ട് ഓസിട്ട് വെള്ളം അടിച്ച് മണ്ണ് തെളിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ എത്ര ഇഞ്ച് താഴത്തോട്ടാണ് ഇത് വന്നേക്കുന്നത്, വേര് വന്നിരിക്കുന്നതെന്ന് വരെ നമുക്ക് കാണാം. അവിടെ അപ്പച്ചേട്ടൻ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടിച്ച് വേര് തെളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. അപ്പം ചേട്ടാ, ഈ വേരിനെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? ഇതിൻ്റെ ഇത് 1 വർഷം പ്രായമായ ചെടിയാണ്. ഇതിന് നമ്മൾ തേയിലയുടെ വേസ്റ്റ് ഇട്ട് കൊടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ചാനലുകാർ വന്നപ്പോൾ ഞാൻ ഓസിന് വെള്ളം അടിച്ച് തെളിച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ തേയിലയുടെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നിറച്ച് ഏലത്തിന് വേരുണ്ടാവും. നമ്മൾ പറയാറില്ലേ, ദൈവം നമ്മോടുകൂടെ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോടു കൂടി ആയിരുന്നാൽ എല്ലാം ആയി എന്ന് പറയുന്നത് പോലെ ഈ തേയിലയുടെ വേസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏലത്തിന് നിറച്ച് വേരായി കഴിഞ്ഞാൽ ചെടിക്ക് പിന്നെ എല്ലാം ആയി. ഇതിൻ്റെ 1-2 ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, 1 ചെടിക്ക് നിറച്ച് വേരുകൾ ഉണ്ടാകുന്നു, 2 കീടരോഗബാധിതകളെ ചെറുത്ത് നിൽക്കാനുള്ള കെൽപ്പ് ചെടികൾക്കുണ്ടാകുന്നു, പിന്നെ നിറയെ ചിമ്പടിക്കും എന്നുള്ളത് ഇതിനൊരു പ്രത്യേകതയാണ്. പിന്നെ കായ്ക്ക് ബോൾട്ടും ഉണ്ടാകുന്നു. ഈ ഏലച്ചെടിയുടെ ആഹാരം വലിച്ചെടുക്കുന്ന ചെറിയ പൊടി വേരുകൾ ഇതൊന്നുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് കൂടുതൽ. ഇതാണ് നമ്മുടെ തേയില വേസ്റ്റ് ഉപയോഗിക്കുന്ന ഏലത്തിൻ്റെ പച്ചപ്പ്. കണ്ടോ, നല്ല പച്ചപ്പാണ്. അതുപോലെ പുതിയ ചിമ്പ് കണ്ടോ. വിശേഷം തട്ടയിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല പച്ചപ്പുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ വേര് കാണിച്ചു തന്നു. ഇപ്പോൾ കണ്ടോ, ഈ 1 വർഷം പ്രായമല്ലേ ചേട്ടാ? 1 വർഷം പ്രായമായ ഈ ചെടിയുടെ മെയിൻ വേരിലുണ്ടായ പൊല്ലവേര് കണ്ടോ. ഇതൊക്കെ സാധാരണ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കായ എടുക്കുന്ന സമയത്തൊക്കെയാണ് ഇതുപോലുള്ള വേര് പൊട്ടി വരാറുള്ളൂ. പക്ഷേ ഈ തേയില വേസ്റ്റിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതാണെന്ന് തോന്നുന്നു.
അതുപോലെ തന്നെ ഇത് 1 വർഷമാകുന്നേ ഉള്ളൂ ഈ ചെടി. അപ്പോൾ അതിനകത്ത് തന്നെ വള്ളി അത്യാവശ്യം അടിച്ച് കായും വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തോട്ട് നമുക്ക് ഓരോരോ ചെടികൾ കണ്ടുപോവാം. അപ്പോൾ നമ്മൾ 2ാം വർഷ ചെടിയും 1ാം വർഷ ചെടിയൊക്കെയാണ് ആ തൊട്ടപ്പുറ കണ്ടത്. ഇനി അപ്പച്ചൻ ചേട്ടൻ്റെ ഇവിടെ 4ാം വർഷ ചെടിയല്ല അപ്പച്ചേട്ടാ? 4ാം വർഷം ചെടി. അപ്പോൾ 4ാം വർഷം ഇതിന് മുമ്പ് രാസവളം ജൈവവളമൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതെ. അപ്പോൾ തേയില വേസ്റ്റ് ഉപയോഗിച്ചതിന് ശേഷം വന്ന മാറ്റമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് 4ാം വർഷ ചെടിയാണ് കൊണ്ടുവരട്ടെ. അപ്പോൾ ഇതിൻ്റെ ചിമ്മിൻ്റെ ഒരു കരുത്തും ഇതുണ്ടോ, വേര് കണ്ടോ, അതേ 1ാം വർഷ ചെടി നമ്മൾ കണ്ട പോലെ തന്നെ പൊല്ലവേരും അതുപോലെ തന്നെ നല്ല വേര് തന്നെ നല്ലതായിട്ടുണ്ടായിട്ടുണ്ട്. ക്ലോസ്. അപ്പോൾ ഈ പരീക്ഷണം തന്നെ താണ്ട് ഇവിടെ വിജയിച്ചു. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം ഒരു ഷൂട്ടിന് വരുമ്പോഴത്തേനും ഇതും നല്ല ഉഷാറായിട്ട് നിൽക്കില്ല അപ്പം ചേട്ടാ? ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കായ്ഫലത്തിൽ അല്പം മോശമായിട്ട് നിന്നൊരു ചെടിയാണ്. അപ്പോൾ ഇതിൽ തേയില വേസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നിറച്ചു വേരായി കഴിഞ്ഞപ്പോഴത്തേനും ചെടി ഉഷാറായി. അതുപോലെ തന്നെ നിറച്ച് ചിമ്പു അടിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വർഷം പോലെ ഈ ചെടി നല്ല ഉത്പാദനത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ ഒരു പ്രേക്ഷകർ കാണുമ്പോൾ സംശയം ഉണ്ടാവും, ഈ തേയില വേസ്റ്റ് ഇട്ടിട്ട് ഇത്രയും മോശം വള്ളിയാണോ എന്ന്. പക്ഷേ ഇത് പരീക്ഷണാർത്ഥം ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ വേര് തന്നെ കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ ഇനി അടുത്ത് ഈ വരുന്ന ഈ ചിമ്പിലൊക്കെ ഇനി വള്ളി അടിക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് വരും അല്ലേ ചേട്ടാ? ഇത് തന്നെയല്ല, ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന ചെടികളെല്ലാം നോക്കുക, അതെല്ലാം നിറച്ച് ചിമ്പും നിറച്ച് വേരുമായിട്ടുണ്ട്. അടുത്ത വർഷം ആകുമ്പോഴത്തേനും നല്ല ഉത്പാദനത്തിലേക്ക്. ഏതായാലും പരീക്ഷണം വിജയിച്ചു. ഈ വള്ളിയുടെ കണ്ടോ മുരടിച്ചു പോയായിരുന്നു. പിന്നെ നമ്മുടെ ഓവറായിട്ട് ഉള്ള ചിലവ് കൂട്ടി പെസ്റ്റിസൈഡും വളങ്ങളെല്ലാം കൊടുത്തതിൻ്റെ ഒരു റിസൾട്ടായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ ഇത് മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ? വേരൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല ആരോഗ്യമുള്ള വേര്. അതുപോലെ തന്നെ വന്നേക്കുന്ന ചിമ്പ് കേട്ടോ നല്ല ഉഷാറാണ്. ഇതുണ്ടോ നിറയെ ചിമ്പ് വരുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ നല്ല പടിഞ്ഞാറൻ കാറ്റ് നല്ല ശക്തമായിട്ട് അടിക്കുന്ന ഏരിയയാണ്. ഇപ്പോൾ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ ചേട്ടൻ ചെയ്യുന്ന ഐഡിയ എന്താണ്? ഇവിടെ പടിഞ്ഞാറൻ കാറ്റ് നല്ലൊരു അടിക്കും. ഈ വർഷം എൻ്റെ ചെടി ഒരുപാട് ഇങ്ങനെ കാറ്റ് വന്ന് ഓടിച്ചു കളഞ്ഞു. അപ്പുറത്തേക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പം കാറ്റ് ഓടിക്കാതിരിക്കാനും വേണ്ടി ഞാനിപ്പോൾ ചെയ്യുന്നതാണെന്ന് ചോദിച്ചാൽ ഒരു ചെടിയുടെ 3 തട്ടയെടുത്ത് അല്ലെങ്കിൽ 4 തട്ടയെടുത്ത് ഇങ്ങനെ കെട്ടും. ഇതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ദോഷമൊന്നുമില്ലല്ലേ? ഇതുകൊണ്ട് ഓക്കെ. ഇങ്ങനെ എല്ലാ ഭാഗത്തും കെട്ടിക്കഴിഞ്ഞപ്പോൾ കാറ്റിനെ പ്രതിരോധിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ കാറ്റൊന്നും ഓടിച്ചില്ല. അപ്പം ചെടികൾക്ക് ആവശ്യത്തിനുള്ള സൂര്യപ്രകാശവും കിട്ടും. അത് ചിമ്പടിക്കാൻ കൂടുതൽ പ്രയോജനവും ലഭിക്കും. ചെടി മൊത്തത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് ചെടിയുടെ ആരോഗ്യത്തെ ബാധിക്കും. ഇങ്ങനെ മുമ്മൂന്ന് തട്ടയെടുത്ത് കെട്ടി വിടാമെങ്കിൽ കാറ്റിനെ പ്രതിരോധിക്കാൻ സാധിക്കും. ഓക്കെ. ചേട്ടൻ്റെ ഒരു കവാത്തി രീതിയും വ്യത്യസ്തമാണെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. ഇതിപ്പോൾ ഇതുണ്ടോ മുകളിൽ വെച്ച് എല്ലാം ഞാൻ മുകളിൽ വെച്ച് കഴിയും. അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം സാധാരണ എല്ലാവരും ചോട വെട്ടി നിർത്തി കുറ്റിയാക്കി നിർത്തുക ചെയ്യുന്നത്. അല്ല, ഇത് ഇങ്ങനെ ചെയ്യാവുള്ളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത്തരമുള്ള ചരത്തിനൊന്നും പിന്നെ കേട് സംഭവിക്കില്ല. ഏറ്റവും ആരോഗ്യപരമായ രീതിയിൽ നിൽക്കാൻ ടോപ്പ് വെച്ച് വെട്ടി കളയുന്നതായിരിക്കും ബെറ്റർ അല്ലേ? ഓക്കെ. ഈ തേയില വേസ്റ്റ് കൊണ്ട് മറ്റെന്തെല്ലാം ഗുണങ്ങളുണ്ടോ? ഉണ്ടല്ലോ. തേയില വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏലത്തിന് മാത്രമല്ല, തെങ്ങ്, ജാതി, മറ്റ് കൃഷികൾക്കെല്ലാം നിറച്ച് വേറുണ്ടാകുന്നതിന് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് വെച്ചാൽ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നവർക്ക് ഏറ്റവും ഗുണമാണ്. മണ്ണിര കമ്പോസ്റ്റിനാണ് ഈ തേയില, ഈ മൺപുഴു ഉണ്ടല്ലോ, അല്ലെങ്കിൽ മണ്ണിര, അത് ഏറ്റവും ഈ ചാണകത്തേക്കാളൊക്കെ ഇരട്ടിയല്ല ഈ പെരുകയും തേയിലയുടെ വേസ്റ്റ് തിന്നാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് ആകുകയും ചെയ്യും. മണ്ണിര തിന്നുന്ന ഈ കമ്പോസ്റ്റിന് നല്ല ഗുണവുമുണ്ട്. വെർമി കമ്പോസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ കോഴി ഫാം നടത്തുന്നവർക്ക് ഈ അർക്കപ്പൊടിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് അർക്കപ്പൊടിയേക്കാൾ നല്ലത് ഈ കോഴിയുടെ ഈ വേസ്റ്റ്, തേയിലയുടെ ഈ വേസ്റ്റ് നിർത്തിയിടുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് സ്പോഞ്ച് പോലെ ചെയ്തോളൂ, കോഴിക്കും നല്ലതാണ്. രണ്ടാമതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ, ഇത് സമയം കഴിഞ്ഞത് കോഴിയുടെ ഈ തേയിലച്ചണ്ടി നിറച്ച് എടുക്കില്ല, പിന്നെ അത് വേസ്റ്റ് വരെ വാരിക്കളയല്ലോ. അപ്പോൾ അതിന് നല്ല മാർക്കറ്റ് ഉണ്ട്. ഒന്നാന്തരം ജൈവവളമാവും. എനിക്ക് തോന്നുന്നു അറക്കപ്പൊടി കെട്ടി വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വില ഈ തേയില വേസ്റ്റ് കൊണ്ട് കോഴി ഫാമിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല വില ലഭിക്കും. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു പുതയിടുന്നതിനെ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് തോന്നുന്നു അല്ലേ ഇത്? ഈ ഒരു ഈർപ്പം കൂടുതൽ മണ്ണിൽ പിടിച്ചു നിർത്താനും ഒക്കെ. അത് വേനൽക്കാലത്ത് നമ്മളിത് ജനുവരി ഒക്കെ ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ചുവട്ടിടുവാണെങ്കിൽ വെള്ളം അടിച്ചു കൊടുക്കുകയാണെങ്കിൽ സ്പോഞ്ചിൽ വെള്ളം പിടിച്ചു കൊടുക്കുന്നവരെ കിടന്നോളൂ. ഇപ്പോൾ ഈ ഒരു ബൾക്കായിട്ട് എടുക്കാനില്ലെങ്കിലും നമുക്ക് ഈ ഒരു സാധാരണ കർഷകരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ ചേട്ടൻ സാധിക്കും? അല്ല, ബൾക്കായിട്ട് കൊണ്ട് കൊടുക്കുന്നവരുണ്ട്. പിന്നെ സാധാരണക്കാർക്ക് കുറേ ചില്ലറ വേണമെന്ന് പറഞ്ഞാൽ എന്നെ സമീപിക്കുകയാണെങ്കിൽ ഞാൻ നൽകും. അപ്പോൾ അങ്ങനെ കർഷകരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കറക്റ്റായിട്ട് ചേട്ടന്
കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറെല്ലാം കൊടുക്കാം. അതുപോലെ നമ്മുടെ വീഡിയോയ്ക്കകത്തും കൊടുത്തിരിക്കുക, അതുപോലെ ഡിസ്ക്രിപ്ഷനും അത് ഞാൻ കൊടുക്കാം. അപ്പോൾ അതിലെല്ലാം ഈ തേയില വേസ്റ്റിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പച്ചൻ ചേട്ടനെ വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ഇത്രയധികം ഗുണങ്ങളാണ് ഞങ്ങൾ ഇവിടെ കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഇതൊന്ന് ഏത് കർഷകർക്ക് വേണേലും ഇവിടെ നേരിൽ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ഇത് ചെയ്യാവുള്ളൂ. എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ഒരു കർഷകനും നിറച്ച് മേടിച്ച് തരുന്നത് നിങ്ങൾ 10-15 ചെടി ഇട്ട് നിരീക്ഷിച്ച് നിങ്ങൾക്ക് ബോധ്യം വന്നതിന് ശേഷം മാത്രം ഇത് വ്യാപകമാക്കിയാൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ ചൂട് കൂടി വരുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോവാണ്, മണ്ണിൻ്റെ ഘടന മാറിയ പോലെയായി. ആ സമയത്തൊക്കെ ഇതുപോലെ പുതയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പച്ചപ്പ് നിലനിർത്തി എൻ്റെ അനുഭവത്തിലുണ്ടായ അനുഭവ പാഠങ്ങളാണ് ഞാൻ തരുന്നവർ നിങ്ങളോട്ട് പങ്കുവച്ചത്. ഓക്കെ. അപ്പോൾ ഒരുപാട് നന്ദി ചേട്ടാ, ഞങ്ങൾ ഇനിയും വരാം. ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഒന്നോടെ വരാം ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുമായിട്ട് ഒന്നോടെ സഹകരിക്കണം. അപ്പോൾ ചേട്ടാ, ഈ ഒരു തേയില വേസ്റ്റ് ഇട്ടേക്കുന്ന ഇപ്പോൾ ചേട്ടൻ ഒരാഴ്ച ആയിരുന്നല്ലോ പറഞ്ഞിട്ടത്? ഒരാഴ്ചയല്ല, 20 ദിവസത്തോളമായി. 20 ദിവസത്തോളമായി. അപ്പോൾ ഇതൊന്ന് മാറ്റി കാണിക്കാം, എന്ത് മാറ്റം സംഭവിച്ചൊന്നും. തേയിലയുടെ വേസ്റ്റ് നോക്കാം. അപ്പോൾ വേറെന്തോരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. 20 ദിവസം കൊണ്ട് ഇത്ര മാറ്റം ഉണ്ടല്ലേ? ഇതിൻ്റെ ഈ പ്രത്യേകത ഈർപ്പം നിലനിർത്തുന്നത് കൊണ്ടും വളം ഉള്ളതുകൊണ്ടുമാണോ? ഇതിൻ്റെ ശാസ്ത്രീയമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വേറെ ഉണ്ടാകുന്നത് മാത്രം. ഇതുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഇതുണ്ടോ, പുതിയ വേര് പൊട്ടി വരുന്നു. അത് ഒരു വേരിൽ നിന്ന് ബ്രാഞ്ചായിട്ടാണല്ലോ പൊട്ടുന്നത്. അതെ. ഇതിൻ്റെ ഒരു 3-4 മാസം ആകുമ്പോഴത്തേനും ചെടി കംപ്ലീറ്റ് നിറച്ച് വേരാകും. ഓക്കെ. ഇപ്പോൾ ചെടിക്ക് വേരുണ്ടെങ്കിൽ തന്നെ നല്ല ആരോഗ്യമായിരിക്കും. ഏത് ചെടി നോക്കിയാലും നല്ല പച്ചപ്പുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. പച്ചപ്പുണ്ട്, ചിമ്പുണ്ട്, കായ്ക്ക് ബോൾട്ടും ഉണ്ട്. ഇത്രയും അനുഭവമാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ നമ്മൾ വ്യാപകമായിട്ട് ഒരുപാട് ചിലവ് മുടക്കി നമ്മൾ കൃഷി ചെയ്തു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് ലാഭം ഉണ്ടാക്കുന്ന രീതിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ തേയില വേസ്റ്റ് ഇട്ടതുകൊണ്ട്. ഇപ്പോൾ അപ്പച്ചൻ്റെ ഈ പരീക്ഷണം തന്നെ കണ്ടോ, 4-ാം വർഷ ചെടിയിൽ ജസ്റ്റ് ഒന്ന് പരീക്ഷ കൊടുത്തു. എത്ര മാസം വരുന്നത് തേയില വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട്? തേയില വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് 6 മാസമായി. 6 മാസം കൊണ്ട് പുതിയ ചിമ്പ് വന്നു, അതുപോലെ തന്നെ പുതിയ വേര് പടലം. അതാണ് നമുക്ക് ഹൈലൈറ്റായിട്ട് പറയാനുള്ളത്. വേര് ശക്തമാണെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കാനില്ല, നല്ല വിളവും കിട്ടും. അതുപോലെ തന്നെ മണ്ണ് പരിശോധനയൊക്കെ ചെയ്യാറുണ്ടോ? മണ്ണ് പരിശോധിച്ചിട്ടില്ല, അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. കാരണം അസിഡിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഇതുപോലെ വേര് വരില്ല. അപ്പോൾ അതിൽ നിന്നെല്ലാം, കാരണം രാസവളം കൂടുതൽ തട്ടുമ്പോഴാണ് ഈ അസിഡിറ്റി മണ്ണിൻ്റെ മാറുന്ന ഒരു പരിധി വരെ, ശരിയല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തേയില വേസ്റ്റ് വെച്ച് മാനേജ് ചെയ്ത ഒരു കൃഷിയിടമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ ഒരുപാട് നന്ദി, ഞങ്ങൾക്ക് വീണ്ടും വരാം. താങ്ക് യു.